പല ഗ്രഹനിലകളിലും വ്യാഴം നിർഗുണനായി നിലകൊള്ളുകയാണ്. ഗുണവുമില്ല, ദോഷവുമില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ ചിലതിലൊക്കെയാണെങ്കിൽ വ്യാഴം ഗുണം ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ ദോഷം വരുന്നതിനെ കൂടുതൽ ഔന്നത്യം കൊടുക്കാതിരിക്കുന്നുണ്ട്. വ്യാഴം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവർ പരസ്പരം ശത്രുക്കളായിട്ട് നിൽക്കുമ്പോൾ ആദിത്യൻ്റെ രാശിയിൽ ശുക്രനോ ശുക്രൻ്റെ രാശിയിൽ ആദിത്യനോ നിൽക്കുന്ന അത്ര ഗുണകരമല്ല. ആദിത്യനും ശുക്രനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് ഗുണകരമല്ല. ആദിത്യനും ശുക്രനും കൂടെ സപ്തമ രാശിയിൽ നിന്നുകൊണ്ട് നോക്കിയിട്ടുള്ള ഫലങ്ങൾ ദോഷം. സഞ്ജയൻ സർ, ഈ ഗ്രഹങ്ങളുടെ ശത്രുമിത്ര സ്ഥിതി ഇത് മനുഷ്യർക്കുണ്ടാക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? ഗ്രഹങ്ങളുടെ ശത്രുമിത്ര സ്ഥിതിയെക്കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷ ഫലം നോക്കുമ്പോൾ എല്ലാ ഗ്രഹത്തിനും ശത്രുവും മിത്രവും കുറേയുണ്ട്. പ്രത്യക്ഷ ഫലം നോക്കുമ്പോൾ വ്യാഴം ആരെയും ദ്രോഹിക്കുന്നതായിട്ട് കാണുന്നില്ല. മറ്റൊരു ഗ്രഹത്തിൻ്റെ ഫലത്തെയും ഇല്ലാതാക്കാൻ വ്യാഴം ശ്രമിക്കുന്നില്ല. വ്യാഴം അങ്ങനെ ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല. മാത്രമല്ല വ്യാഴം ഏത് ഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുവോ ആ ഗ്രഹത്തിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ജ്യോതിഷം നോക്കുമ്പോൾ വ്യാഴം അങ്ങനെ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് യോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ്. ഈ യോഗങ്ങൾ നമ്മളിപ്പോൾ ജാതകം എഴുതി കൊടുക്കുമ്പോൾ ഒരു പിടി യോഗങ്ങളുടെ ലിസ്റ്റ് എഴുതി ഞാൻ കൊടുക്കും. ഈ പട്ടികയൊന്നും ഉള്ളതൊന്നും വരുന്നതേ ഇല്ല. ജീവിതത്തിൽ നിന്ന് ആളുകൾ പറയാറുണ്ട്, എന്തെല്ലാം യോഗങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൽ ഈ വ്യാഴം ശ്രദ്ധേയമല്ലാത്ത യോഗങ്ങളുണ്ട്, വ്യാഴം ശ്രദ്ധേയമായ യോഗങ്ങളുണ്ട്. ഇപ്പോൾ വ്യാഴം ശ്രദ്ധേയമല്ലാത്ത യോഗങ്ങളിൽ വ്യാഴം ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹിക്കുന്നുണ്ടോ അതോ നിർഗുണനായി നിലകൊള്ളുകയാണോ എന്ന് നോക്കണം. പല ഗ്രഹനിലകളിലും വ്യാഴം നിർഗുണനായി നിലകൊള്ളുകയാണ്. ഗുണവുമില്ല, ദോഷവുമില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ ചിലതിലൊക്കെയാണെങ്കിൽ വ്യാഴം ഗുണം ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ ദോഷം വരുന്നതിനെ കൂടുതൽ ഔന്നത്യം കൊടുക്കാതിരിക്കുന്നുണ്ട്. വ്യാഴം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമല്ല എന്ന് പറയുമ്പോൾ വ്യാഴം തീർത്തും ദോഷം ചെയ്യുന്നു എന്ന് പറയരുത്. മറ്റെല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ പ്രതികൂലമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരർത്ഥം അതിനകത്ത് ഗുപ്തമായിട്ടുണ്ട്. അത് ജ്യോതിഷത്തിലെ ഒരു സൂക്ഷ്മവശമാണ്. അപ്പോൾ ഏതൊരു ഗ്രഹമാണോ അനുകൂലമല്ലാത്തത് എന്ന് വെച്ചാൽ പ്രതികൂല സ്ഥിതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നർത്ഥം. പക്ഷെ വ്യാഴം അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ ഈ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊരവസ്ഥയേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്നൊരു ദോഷഫലം ബോധപൂർവം വ്യാഴം ഉണ്ടാക്കുന്നില്ല, വ്യാഴം ഏതെങ്കിലും ഗ്രഹങ്ങളുമായിട്ട് ദൃഷ്ടി ചെയ്തിട്ടുണ്ടാക്കുന്നില്ല എന്നൊരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇപ്പൊ വ്യാഴത്തിന് അത്ര വലിയ ഒരു ശത്രുദോഷം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു, ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും കൂടുതൽ ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു ഗ്രഹം ശത്രുഭാവത്തിൽ ഫലം ചെയ്യുന്നത് സൂര്യനും ശുക്രനും. ശുക്രനും ഏത് ഗ്രഹനിലയിലും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ പരസ്പരം ഭിന്നത ചെയ്ത് ജീവിതത്തിൽ ഒത്തിരി നാശം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത് ആദിത്യനും ശുക്രനും. ഇപ്പോൾ അവർ പരസ്പരം ശത്രുക്കളായിട്ട് നിൽക്കുമ്പോൾ ആദിത്യൻ്റെ രാശിയിൽ ശുക്രനോ ശുക്രൻ്റെ രാശിയിൽ ആദിത്യനോ നിൽക്കുന്ന അത്ര ഗുണകരമല്ല. ആദിത്യനും ശുക്രനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് ഗുണകരമല്ല. ആദിത്യനും ശുക്രനും കൂടെ സപ്തമ രാശിയിൽ നിന്നുകൊണ്ട് നോക്കിയിട്ടുള്ള ഫലങ്ങൾ ദോഷം. പിന്നെ നീചനായ ശുക്രനോടൊപ്പം ആദിത്യൻ നിൽക്കുന്നത്, നീചനായ ആദിത്യനോടൊപ്പം ശുക്രൻ നിൽക്കുന്നത് ദോഷം. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.